ആരൊക്കൊക്കെ കൊള്ളുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. കൊണ്ടവർക്ക് അതെ നിങ്ങളെ തന്നെയാണ് പറഞ്ഞത്. ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് വരാൻ കാരണം എന്താന്ന് വെച്ചാൽ, മേ ബി നിങ്ങൾക്ക് എൻ്റെ തംബ്നെയിൽ ആൻഡ് ഈ ജേഴ്സി ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടാവുമ്പം മനസ്സിലായി കാണും എന്താ റീസൺ എന്ന്. അതെ, അത് തന്നെയാണ് റീസൺ. എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതാണ് ഞാൻ വേഗം വന്നത്. കുറേ എണ്ണങ്ങളുണ്ട്. അതിലോട്ട് വരുന്നതിന് മുന്നേ നമുക്ക് ഇന്നലത്തെ നമ്മുടെ പോർച്ചുഗൽ സ്പെയിൻ മാച്ച് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പം അതിൽ നമ്മുടെ ദ ലെജൻഡ്, ദ കിങ് അല്ലെ ദ ഗോട്ട് എന്നറിയപ്പെടുന്ന നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നലെ നമ്മുടെ പോർച്ചുഗൽ സ്പെയിൻ മാച്ചിൽ 0-1 എന്ന് പറഞ്ഞ് പോയിന്റിൽ നമ്മുടെ പോർച്ചുഗൽ ഔട്ടായിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു ന്യൂസ് എന്ന് വെച്ചാൽ, ആ ഒരു ആ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം അത് അനുഭവിച്ചവർക്ക് നല്ല രീതിക്ക് അതിൻ്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലാവും. റൊണാൾഡോ ഫാൻസ് എന്നല്ല, അല്ലെങ്കിൽ പോർച്ചുഗൽ ഫാൻസ് എന്ന് മാത്രമല്ല, പന്തുകളിനെ സ്നേഹിച്ച ആർക്കാണേലും ആ ഒരു ന്യൂസ് കേട്ടപ്പം നല്ല രീതിക്ക് ഷോക്കിംഗ് ആയി കാണും. എനിക്കത് എന്തോ, ഞാൻ ഇന്നലെ ഫുള്ള് കരഞ്ഞു. കാരണം അതിൻ്റെയൊക്കെ നമുക്ക് പതിയെ അറിയാം. ഇന്നലെ ഇന്ന് ഞാൻ ഫുൾ ബ്ലാങ്ക് ഔട്ട് ആയിരുന്നു. അപ്പം നമ്മുടെ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം നമുക്ക് കളി കാണുമ്പോൾ അറിയാലോ, ടൈ ആയി പോവോ അല്ലെങ്കിൽ ആരെങ്കിലും ഗോൾ അടിക്കുമോ എന്നൊക്കെ അറിയാലോ. അങ്ങനെ നമ്മുടെ ഹൈഡ്രേഷൻ ബ്രേക്കായി 0-0 ആണ് നമ്മുടെ സ്കോറ്. ഹാഫ് ടൈമായി സ്റ്റിൽ 0-0 സ്കോറ്. ലാസ്റ്റ് ഒരു 90 മിനിറ്റ്സ് ആവാറാവുന്നതിന് ഒരു 10 സെക്കൻഡ്സ് മുന്നേ നമ്മുടെ ഇഞ്ചുറി ടൈമിൽ ആണ് നമ്മുടെ സ്പെയിൻ ഗോൾ അടിച്ചത്. അപ്പോൾ ആ ഒരു സെക്കൻഡ്സ് അളവിലാണ്, ആ ഒരു സെക്കൻഡ്സ് ഗ്യാപ്പിലാണ് നമ്മുടെ സ്പെയിൻ ലാസ്റ്റത്തെ ഫസ്റ്റ് ഗോൾ അടിക്കണത്. അതിൽ നമ്മുടെ ഗോളി ഉണ്ടല്ലോ, ആളുടെ തൊട്ട് സൈഡിൽ കൂടെയാണ് ഗോള് പോയത്. നമുക്കത് മിസ്സായി. അങ്ങനെ നമ്മൾ പോർച്ചുഗൽ ടീം ഔട്ടായിക്കുവാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ടൈം ഔട്ടായി. 90 മിനിറ്റ്സിന് 30 or 10 സെക്കൻഡ്സ് മുന്നേ എന്തുവാ ഈ ഗോള് വന്നത്, സ്പെയിൻ ഗോൾ അടിച്ചത്. അപ്പോൾ എൻ്റെ പൊന്നെ, എനിക്ക് ആ സിറ്റുവേഷൻ ഇപ്പോഴും എനിക്ക് ആ ഒരു വിഷ്വൽസ് എൻ്റെ മനസ്സിലുണ്ട്. കാരണം എനിക്കത് പറയാൻ പറ്റും. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ച് കാണുന്ന ഒരു കളി നമ്മുടെ പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ്റെയാണ്. അതാണെന്ന് നിങ്ങൾക്കറിയാം, നമ്മുടെ റൊണാൾഡോയുടെ ഒരു ഡ്രീം ആയിരുന്നു ഇത്. കാരണം പുള്ളിക്കാരൻ്റെ ട്രോഫി ക്യാബിനറ്റിൽ ഇപ്പോഴും ശൂന്യമായി കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്, നമ്മുടെ ഫിഫ വേൾഡ് കപ്പ്. അതായത് ആ ഒരു സ്ഥലത്ത് സ്റ്റിൽ ഇനി ലൈഫ് ലോങ് അവിടെ എംപ്റ്റി ആയി കിടക്കുന്നത് കാര്യം ഓർക്കുമ്പോഴത്തേക്ക് ഒരു വിഷമം. അല്ലാണ്ട് നമുക്ക് എനിക്കിപ്പോൾ കളി തോറ്റയിലോ ഒന്നുമല്ല എനിക്ക് വിഷമം. കാരണം നമ്മൾ ഒരു മാച്ച് ആയാൽ അല്ല ഒരു ഗെയിം ആയാൽ അതിൽ ലോസസും വിന്നും കാണും. ഇപ്പം ഞാനൊരു ബാസ്കറ്റ്ബോൾ പ്ലെയറാണ്, എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാനും കുറേ സ്ഥലത്ത് ഇതേപോലെ മാച്ച് കളിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്, അതേപോലെ നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് കളി തോറ്റലൊന്നും അല്ല, അതായത് നമ്മുടെ റൊണാൾഡോയുടെ ലാസ്റ്റ് വേൾഡ് കപ്പാണ്. ആ ഒരു വിഷമമായിരുന്നു എനിക്ക് മനസ്സിലായില്ല. അത് കളി തോറ്റലല്ല. കാരണം കളി എന്തും തോക്കും, കളിയായ അങ്ങനെയാണ്. അവിടെ വിന്നും ഉണ്ടാവും ലോസും ഉണ്ടാവും. അതിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ആൾക്ക് വേൾഡ് കപ്പ് കിട്ടാത്തതിൻ്റെ ഉള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. നിങ്ങൾ കണ്ടു കാണും, കരഞ്ഞ് ആള് വിഷമം, ആ ഒരു ഇമോഷൻ കടിച്ച് പിടിച്ചാണ് ആ ഗ്രൗണ്ടിൽ നിന്നത്. നല്ല രീതിക്ക് അറിയാൻ പറ്റും. എത്ര ആഗ്രഹിച്ചായിരിക്കും വന്നത് വേൾഡ് കപ്പ് കിട്ടുമെന്നും പറഞ്ഞ് ഇഫ് ഞാനായാലും ജൂലൈ 19th വരെ കാണണം എന്ന് ആഗ്രഹിച്ച ഒരു ടീമാണ് നമ്മുടെ ഈ പോർച്ചുഗലിൻ്റെ. പക്ഷേ ഒരു സാഡ് എൻഡിങ് ആയിരുന്നു നമ്മുടെ ഇന്നലത്തെ മാച്ച് എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇതിൽ ഞാൻ വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ, കുറേ എണ്ണങ്ങളുണ്ട്. ഈ നമ്മുടെ ഗെയിം തോക്കുമ്പോഴത്തേക്ക് ആ ടീമിൻ്റെ ഫാൻസിനെ ഇട്ട് കുത്തല്. അപ്പോൾ എല്ലാവർക്കും വിഷമമുണ്ട്, അത് ഒബ്വിയസ്ലി അത് കാണും. പിന്നെ അതേപോലെ സന്തോഷിക്കുന്ന കുറേ പേരുണ്ട്, അതും കാണും. അപ്പം ഇന്ന് ഞാൻ കോളേജിൽ പോയി. ഇന്നലെ നമ്മുടെ മാച്ചായിരുന്നു. ഇന്ന് ഞാൻ കോളേജിൽ പോയി. ഇന്നും ഞാൻ ഫുൾ ബ്ലാങ്ക് ഔട്ട് ആയിരുന്നു. അപ്പം ഞാൻ ഇന്ന് രാവിലെ കോളേജിൽ ചെന്നപ്പോൾ നമ്മുടെ അർജൻറ്റീന ഫാൻസ് ഒക്കെ കൂടെ, ഞാനാണ് ഗേൾസിൽ പോർച്ചുഗൽ ഫാൻ, ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അർജൻറ്റീന ഫാൻസാണ്. അങ്ങനെ അർജൻറ്റീന ഫാൻസ് എന്നെ വട്ടം ഇട്ടിട്ട് പോർച്ചുഗൽ പോർച്ചുഗൽ എന്നൊക്കെ പറഞ്ഞ് കുറേ ഫണ്ണി വോയിസ് എൻ്റെ ചെവിയുടെ ഇവിടെ കൊണ്ട് സൂ എന്ന് പറഞ്ഞ് കുറേ കളിയാക്കി. ഞാൻ മൈൻഡ് ചെയ്തില്ല, വിട്ടു. കാരണം അങ്ങനെ കുറേ ബുദ്ധിയില്ലാത്ത കുറേ എണ്ണങ്ങൾ വരും. അത് ഞാൻ മൈൻഡിൽ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കോളേജിൽ പോയത്. കാരണം അങ്ങനെ ഒരു ബോധമില്ലാത്ത കുറേ എണ്ണം ഉണ്ട്. ഒരു ടീം തോറ്റല്ലെങ്കിൽ ആ ടീം ഔട്ടായി ഇറങ്ങിയാൽ അത് ഫണ്ണി ആയിട്ട് എടുക്കാൻ കുറേ എണ്ണങ്ങളുണ്ട്.
അത് ഞാൻ കാര്യമാക്കില്ല. കാരണം ഒരു ടീം തോറ്റല്ലേൽ ഒരാളുടെ വിഷമം കണ്ട് ആ ടീം ഇനി നമ്മുടെ ഇതിലില്ല. ലൈക്ക് പോർച്ചുഗൽ ഇനി വേൾഡ് കപ്പിലില്ല. അതിലൊന്നും ഞാൻ വീണില്ല. കാരണം ഒരു കളി തോറ്റെന്നും പറഞ്ഞ് അയാളോടുള്ള ഇഷ്ടം ഒരിക്കലും തീരാൻ പോകുന്നില്ല. എല്ലാവരും വിചാരിക്കും കളി തീർന്ന് അവനോടുള്ള ഇഷ്ടം പോയി, എല്ലാം പോയി. പക്ഷെ ഇല്ല. സ്റ്റിൽ എനിക്ക് ആ പോർച്ചുഗൽ ടീം റൊണാൾഡോനെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റിൽ എല്ലാവരും പറയുമ്പോൾ ഫാൻ ഫാൻ ഫാൻ. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ്, ഞാൻ ഒരിക്കലും ഒരു ടീമിൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ ഫാൻ അല്ല. ഐ ജസ്റ്റ് ലവ് ദാറ്റ് പേഴ്സൺ. ദാറ്റ് ഡസൻറ്റ് മീൻസ് ഐ എം എ ഫാൻ ഓഫ് ദാറ്റ് പേഴ്സൺ. മനസ്സിലായോ? എനിക്കൊരാളെ ഇഷ്ടമാണെന്നും പറഞ്ഞു, ലൈക്ക് എനിക്ക് അയാളുടെ ക്യാരക്ടർ ഇഷ്ടമാണ്, എനിക്ക് അയാളുടെ കുറച്ച് ആക്ടിവിറ്റീസ് ഇഷ്ടമാണ്, ഞാൻ അയാളെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഐ ജസ്റ്റ് ലവ് ദാറ്റ് പേഴ്സൺ. ആ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ എനിക്ക് ഇഷ്ടമാണ്. ഫാനും ഈ ഒരാളെ ഇഷ്ടപ്പെടുന്ന ഒരിതും രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് ഫീലിംഗ് ആണ്. അപ്പം റൊണാൾഡോ ഫാൻ അതേ ഇരിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ എണ്ണങ്ങൾ വരും. അത് ഞാൻ മൈൻഡ് ആക്കിയില്ല. കാരണം ഉണ്ട്, കളിയായ അങ്ങനെയാണ്, മൈൻഡ് ആക്കിയില്ല. അങ്ങനെ എൻഡ് ഓഫ് ആൻ എറ അല്ലെങ്കിൽ എൻഡ് ഓഫ് എ ലീഗസി വന്ന് ഇന്നലെ വേൾഡ് കപ്പ് അയാൾക്ക് കിട്ടിയില്ല എന്നും പറഞ്ഞ് അയാളെ ഞാൻ മറന്ന് കളയുകയല്ല ചെയ്യുന്നത്. ഓക്കെ, മേ ബി നിങ്ങളങ്ങനെ ചെയ്യുമായിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല. പിന്നെ വേറൊരു സംഭവം, സീസണൽ ഫാൻസ് എവിടെ തുടങ്ങിയാലും, ഇൻസ്റ്റഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും സീസണൽ ഫാൻ. ഗൈസ്, വാട്ട് ഡു യു മീൻ ബൈ സീസണൽ ഫാൻ? എനിക്കറിയത്തില്ല. ഇന്നലെ ഒരു വർഷമായിട്ട് പരിചയമുള്ള ഫ്രണ്ട്സേ ഉള്ളൂ. അങ്ങനെ പരിചയപ്പെട്ട ഫാൻസ് എന്നെ അറിയത്ത് പോലും ഇല്ല. എന്നെ ലൈക്ക് വേൾഡ് കപ്പ് 4 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം ഈ എന്നെ അറിയാത്ത ആൾക്കാർ എന്തുവാ ഈ സീസണൽ ഫാൻ എന്ന് അറിയുന്നത്? കാരണം 4 വർഷം മുന്നേ ഉള്ള ഞാൻ ആരാന്നോ അവരാരാന്നോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കാര്യം അറിയാതെ ചുമ്മാ സീസണൽ ഫാൻ എന്ന് പറഞ്ഞവരെ എനിക്കറിയത്തില്ല സീസണൽ ഫാൻ. അങ്ങനെ വിചാരിച്ചെങ്കിൽ വിചാരിച്ചോ. കാരണം നിങ്ങൾ കുറേ ബുദ്ധിയുള്ള കുറേ ടീംസ് ഉണ്ട് സീസണൽ ഫാൻ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിച്ചോ. കാരണം എനിക്കറിയാം ഞാൻ സീസണൽ ഫാൻ ആണോ അല്ലെങ്കിൽ മന്ത്ലി ഫാൻ ആണോ അല്ലെങ്കിൽ വീക്ക്ലി ഫാൻ ആണോ എന്നൊക്കെ എനിക്കറിയാം. അത് ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ഓക്കെ, അതൊന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, അങ്ങനെ കുറേ എണ്ണം വന്ന് എൻ്റെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിലായാലും ഇൻസ്റ്റയിലായാലും സീസണൽ ഫാൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം എന്നെ അറിയാത്ത ലൈക്ക് ഇപ്പോൾ വേൾഡ് കപ്പ് 4 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ആയിട്ടേ ഉള്ളൂ ഈ പറഞ്ഞ ആൾക്കാരെ പരിചയപ്പെട്ടിട്ട്. പിന്നെ ഇവർക്ക് എങ്ങനെ അറിയാം ഇതിനു മുന്നേ ഞാൻ ഇവരുടെ അതായത് റൊണാൾഡോയുടെ അല്ലെ പോർച്ചുഗലിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളോ അല്ലെങ്കിൽ ആണ് എന്ന് ഇവർക്ക് എങ്ങനെ അറിയാം? കാരണം ഒരു വർഷം ആയിട്ടേ ഉള്ളൂ പരിചയപ്പെട്ടു. ഒരു വർഷമായി പരിചയപ്പെട്ടിട്ട്. പിന്നെ ഇതിന് മുന്നത്തെ കാര്യം ഇവർക്ക് അറിയത്തില്ല. ദെൻ ഹൗ ഡിഡ് ദേ സേ ലൈക്ക് ഐ എം എ സീസണൽ ഫാൻ? ഓരോ മണ്ടന്മാരുണ്ട് ഇറങ്ങിയേക്കും ഇങ്ങനെ. ഓക്കെ, സീസണൽ ഫാനാന്ന് നിങ്ങളങ്ങ് വിചാരിച്ചോ. പക്ഷേ എനിക്കിതേ ഒന്നുമില്ല. കാരണം എനിക്കറിയാം ഞാൻ സീസണൽ ഫാനാണോ അല്ലേ എന്ന്. ഒരാൾക്ക് ഇഷ്ടമുള്ള സാധനം ചെയ്യുന്നതിന് അപ്പുറത്തിരിക്കുന്ന ആളുടെ ഔദാര്യമൊന്നും വേണ്ടല്ലോ. ഇപ്പോൾ ഇവരെന്ത് പറഞ്ഞാലും എനിക്കൊന്നും ഏൽക്കില്ല. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്നെ കളിയാക്കുന്ന ആൾക്കാർ എന്നെ കളിയാക്കുന്നുണ്ട്, അതേപോലെ എന്നെ ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അതും ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ എനിക്ക് അയ്യോ ഇങ്ങനത്തെ ആൾക്കാരെ ഒന്ന് തോന്നിപ്പോയ സംഭവം, ചെന്ന ഉടനെ ഈ ഒരു സംഭവം പറഞ്ഞില്ലേ ഇങ്ങനെ കളിയാക്കി. ഓക്കെ, സ്വാഭാവികം, ഓപ്പണിംഗ് ടീം തമ്മിൽ ഉള്ളൊരു ഇത്, അത് അതിൻ്റേതായിട്ടുള്ള ഒരു സ്പിരിറ്റിൽ ഞാൻ എടുത്തു. അല്ലാണ്ട് ഞാൻ പോയി മൂലയ്ക്ക് പോയി അയ്യോ എന്നെ കളിയാക്കി, എല്ലാവരും എന്നെ കളിയാക്കി എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞിട്ടില്ല. ഓക്കെ, എന്നിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ടും കുറേ എണ്ണങ്ങൾ വിളിച്ചിട്ട് കളിയാക്കും. ഓക്കെ, അത് അവരുടെ ഒരു ഞാൻ പറഞ്ഞ അവരിങ്ങോട്ട് തന്നെ പറഞ്ഞു അത് ഞങ്ങളുടെ ഒരു ഇതാണ് അങ്ങനെ വിളിച്ച് കളിയാക്കുന്നത്. ആയിക്കോട്ടെ, നിങ്ങൾ തന്നെ കളിയാക്കുക, എന്നെ വിളിച്ചത് നീ ശല്യപ്പെടുത്തതേ അതെനിക്കറിയാൻ പാടില്ലാത്ത. എടാ, ഒരു വേൾഡ് കപ്പ് തോറ്റെന്ന് പറഞ്ഞ് ഇത്രയും ആ പേഴ്സണോട് ഹെയ്റ്റ് കാണിക്കുക അല്ലെങ്കിൽ ഇത്രയും കളിയാക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഗെയിം ആയാൽ വിന്നും ലോസും കാണും. ഇപ്പം നിങ്ങൾ പറയും അപ്പോൾ അല്ലേ റൊണാൾഡോയ്ക്ക് എന്തോ വേൾഡ് കപ്പ് ഇതിനായിട്ട് എന്ത് വേൾഡ് കപ്പ് കിട്ടിയിട്ടുണ്ട്, അയാൾക്ക് വേൾഡ് കപ്പ് കിട്ടിക്കാണത്തില്ല, പക്ഷെ അയാൾ പല ആൾക്കാരുടെ മനസ്സിൽ കൂടി ചേർന്നിട്ടുണ്ട്. ഞാൻ ഫുട്ബോളിലെ ഈ നെയ്മർ, മെസ്സി, റൊണാൾഡോ, അപ്പോൾ ഇവർ 3 പേരിൽ ചിലപ്പോൾ റൊണാൾഡോനെ ആയിരിക്കും ആദ്യം കണ്ട് അയാളെ ഇഷ്ടപ്പെട്ടത്. അപ്പം ബാക്കിയുള്ളവർക്ക് അർജൻറ്റീന ഫാൻസിനായിരിക്കും മെസ്സിനെ കണ്ടായിരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ടത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേടാ. അതിനും പറഞ്ഞ് ഇങ്ങനെ കളിയാക്കാനൊക്കെ വരണോ? ഇതിപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് ഞാൻ അയ്യോ ഇങ്ങനെ കളിയാക്കിയെന്ന് പറഞ്ഞ് വന്നതല്ല കേട്ടോ. ഞാൻ എൻ്റെ കാര്യം ഷെയർ ചെയ്ത കുറേ എണ്ണങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇപ്പോഴും നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ റൊണാൾഡോ ഫാൻസ് കരഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇല്ല ഗൈസ്,
നമ്മുടെ റൊണാൾഡോ ഒഫീഷ്യലി പുള്ളിയുടെ റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു സംഭവമാണ്. എല്ലാവരും പറയും ഓ ഇനിയും വരുന്നുണ്ട് 2030 എന്നിട്ടും അയാൾ ഇറങ്ങുന്നില്ല. എടാ നിങ്ങൾക്കൊക്കെ എന്താടാ അയാൾ ഇറങ്ങുന്നതിന് നിങ്ങൾക്കെന്താ, നിങ്ങളല്ലല്ലോ ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. കാരണം നമ്മുടെ നെയ്മർ ഒഫീഷ്യലി പുള്ളിക്കാരൻ്റെ റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു, ബട്ട് റൊണാൾഡോ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പം എന്തായാലും റൊണാൾഡോ അല്ലെങ്കിൽ പോർച്ചുഗൽ ടീം തോറ്റെന്നും വെച്ച് നമ്മൾ വിഷമിച്ച് ഇരിക്കത്തില്ല. അപ്പം നിങ്ങൾ അതൊന്ന് കണ്ട് സന്തോഷിക്കുകയും വേണ്ട. അപ്പം ടു ദോസ് ഹെയ്റ്റേഴ്സിനുള്ള വീഡിയോസാണ്, ആൻഡ് ടു ദോസ് ഹു മേക്ക് ഫൺ ഓഫ് ദി റൊണാൾഡോ ആൻഡ് ദി പോർച്ചുഗൽ ടീമിനുള്ള വീഡിയോ ആണ്. ആരൊക്കെ കൊള്ളുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. കൊണ്ടവർക്ക് അതെ നിങ്ങളെ തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനെ എൻ്റെ പാട്ടിന് പോകും. ഞാനതൊന്നും കണ്ട് തളരില്ല രാമ എന്ന് പറയുന്ന പോലെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. സോ ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ. സ്റ്റിൽ ഐ ലവ് റൊണാൾഡോ, അത് മാറത്തില്ല കേട്ടോ. അപ്പോൾ കുശുമ്പും കുന്നായ്മയും വെച്ച് നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരെ തന്നെ അങ്ങ് പൂജിച്ചാൽ മതി കേട്ടോ.